ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ചിൻ്റെ ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചത്തെ സെഷൻസ് കോടതിയിലെ വിധിയൊക്കെ വന്നതിൻ്റെ സാഹചര്യത്തിൽ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ചില ആൾക്കാരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് കിട്ടിയ ഇവർ പറയുന്ന സ്റ്റേയുടെ വിധി വായിച്ച അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം EDയുടെ പത്രസമ്മേളനത്തിൽ ED പിടിച്ചെടുത്ത പണം അതിൻ്റെ അർഹരായ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് നിക്ഷേപകർ, ഹൈറിച്ചോളികളായ നിക്ഷേപകർ, ബ്രോ നമ്പർ തരൂ, ബ്രോ എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത്, ബ്രോ എങ്ങനെ, ബ്രോ മെസ്സേജ് റിപ്ലൈ തരൂ, നമ്പർ തരൂ, ഒരു FIRൻ്റെ മോഡൽ തരുമോ, പരാതിയുടെ മോഡൽ ഉണ്ടാവുമോ, പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്, ക്രൈം ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ പൈസ കിട്ടുമോ, ഏത് കളക്ടറടിക്കാണ് പരാതി കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോടൊക്കെ പോയിട്ട് പറയാനുള്ളത്, പോയിട്ട് പണി നോക്കൂ എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്നും 5ൻ്റെ പൈസ കിട്ടാൻ പാടില്ല. ഇനി FIR ഇടുന്നവർക്ക് 5ൻ്റെ പൈസ കിട്ടാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ പണം കമ്പനി തിരിച്ചു വന്നിട്ട് തരും. അതുപോലെ തന്നെ ലീഡർമാർ, നിങ്ങളെയൊക്കെ ഈ 15 മാസം പറ്റിച്ച ലീഡർമാർ തരും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ ഇനി ഒരുത്തനെ അല്ല തന്നെ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ FIR ഇടാൻ വേണ്ടി സഹായിക്കലും മറ്റേ അവർക്ക് പൈസ കിട്ടിക്കല്ലേ നമ്മൾക്കിപ്പോൾ പണി. അപ്പോൾ അങ്ങനെ യാതൊരു കാര്യവും ഇനി മുതൽ അങ്ങോട്ടുള്ള നമ്മളുടെയൊക്കെ വീഡിയോ കണ്ട് നമ്മളൊക്കെ പറയുന്നത് കേട്ടിട്ട് FIR ഇട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് മാത്രമേ പണം കിട്ടാൻ പാടുള്ളൂ എന്നാണ്. ബാക്കി ആർക്കും പണം കിട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മൊയ്തീക്ക് മുതൽ ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ലീഡർമാരെ ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സെഷൻസ് കോടതിയിലെ വിധിയെ സ്റ്റേ ചെയ്തു എന്നുള്ളത്. എന്ത് സ്റ്റേ ആണോ അത്? എത്ര തവണ നിങ്ങളോടൊക്കെ പറയണം. എന്തുകൊണ്ടാണ് അത്രയും വല്ല സ്റ്റേ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു വിധി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാത്തത്? വിവരമുള്ളവർ അതൊക്കെ വായിച്ച് മനസ്സിലാക്കും. നിങ്ങളെ ചോദ്യം ചെയ്യുമെന്നുള്ളത് കൊണ്ടല്ലേ ആ ഒരു വിധി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാത്തത്? എന്തുകൊണ്ട് ആ വിധി നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നില്ല? 3 ആഴ്ചത്തേക്ക് നിയമപരമായിട്ട് അപ്പീൽ കൊടുക്കാനുള്ള സമയപരിധി അവശേഷിക്കുന്നതിനാലും പത്ത് ദിവസത്തിനിടയ്ക്ക് അപ്പീൽ കൊടുക്കുമെന്ന് ഹൈറിച്ചിൻ്റെ വക്കീൽ പറഞ്ഞതിനാലും വയസ്സായ അമ്മയും സ്കൂളിൽ പഠിക്കുന്ന 2 മക്കളും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഫലമായോ ഭീഷണിപ്പെടുത്തിയോ 3 ആഴ്ചത്തേക്ക് ഇറക്കി വിടരുത് എന്നുള്ള വിധിയാണോ നിൻ്റെയൊക്കെ മറ്റേടത്തെ സ്റ്റേ വിധി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. നീയൊക്കെ വിധിയെടുത്ത് വായിച്ചു നോക്കടാ. The petitioner has statutory right of appeal under the section 19 of the Parties Act against any order passed under section 15. സെക്ഷൻ 15 പ്രകാരം ഉണ്ടായിരിക്കുന്ന ഏത് ഉത്തരവിനെയും ചോദ്യം ചെയ്തുകൊണ്ട് സെക്ഷൻ 19 പ്രകാരം അപ്പീൽ പോകാനുള്ള സമയമുണ്ട്. The period of appeal prescribed in 16 days. 60 ദിവസത്തിനിടക്കാണ് അപ്പീൽ പോകേണ്ടത്. ദി സെഡ് പീരീഡ് ഈസ് നോട്ട് ഓവർ. ആ ഒരു കാലപരിധി അവസാനിച്ചിട്ടില്ല. The learned counsel for the appeal submit that the petitioner would be preferring appeal within period of 10 days. ഇന്ന് 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു മക്കളെ, 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വെറും 2 ദിവസത്തിനിടക്ക് അപ്പീൽ ഉണ്ടാവുമെന്നാണ് ഇവരുടെ വക്കീൽ പറഞ്ഞിരിക്കുന്നത്. ഈ 2 ദിവസത്തിനിടക്ക് അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ വക്കീൽ കോടതിയിൽ കള്ളം പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 8 ദിവസം 18-ാം തീയതിയാണ് ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്.
19, 20, 21, 22, 23, 24, 25, 26. ഇന്ന് 8ാമത്തെ ദിവസമാണ്. 8 ദിവസം കഴിഞ്ഞു. ഇനി 2 ദിവസത്തിനിടയ്ക്ക് അപ്പീലിടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് hence I am of the view that the respondent can be directed not to take any coercive action against the property of the petitioners covered by the Exhibit P1 order passed under Section 15 of the Buds Act for a period of 3 weeks from today, ordered accordingly, and the writ petition is disposed as above. പെറ്റീഷനും തീർപ്പാക്കിയിരിക്കുന്നു. ഡിസ്പോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല, തീർപ്പാക്കിയിരിക്കുന്നു. ഈ കേസ് അവസാനിച്ചു. കോടതിയിൽ ഇവർ പറഞ്ഞു, സാറേ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് കിട്ടിയില്ല, ഇതിൻ്റെ ഒറിജിനൽ കോപ്പി കിട്ടിയിട്ടില്ല, ഇന്നലെയാണ് കിട്ടിയിരിക്കുന്നത്, 10 ദിവസം കൊണ്ട് നമ്മൾ കോടതിയിൽ അപ്പീൽ കൊടുക്കും. 60 ദിവസമുണ്ട്, ഇപ്പോൾ 20 ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇരിക്കുന്ന സ്റ്റേ. പ്രോപ്പർട്ടിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഇറക്കി വിടരുത് എന്നുള്ള കാര്യമാണ്. അല്ലാതെ അക്കൗണ്ടുകളൊക്കെ HDFC ബാങ്കിലും മറ്റുള്ള ബാങ്കുകളിലും ഒക്കെയുള്ള അക്കൗണ്ടുകളൊക്കെ ഇപ്പോൾ കലക്ടറുടേതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോസ് ചെയ്ത് വായിച്ച് ഇതാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇതൊരിക്കലും നിങ്ങൾ പറയുന്നത് പോലെ സ്റ്റേ അല്ല, 60 ദിവസത്തെ കാലാവധി തീർന്നിട്ടില്ല. അതുകൊണ്ട് കോടതി ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്, 3 ആഴ്ചത്തേക്ക് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി 2 ആഴ്ച കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീനെ എന്തായാലും ഒളിവിൽ തുടരുകയാണ്. ശ്രീനയെ ബന്ധപ്പെടാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും ഓടിപ്പോയിട്ടുണ്ടോ, ഒളിവിൽ പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പണ്ട് ശ്രീനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാക്കിന് സ്ഥിരതയില്ലാത്തവരുടെ വാക്കുകൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ബൈ.